ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എനിക്കങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. ഇനിയിപ്പോ നമുക്ക് തന്നെ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കിക്കൂടെ ആ കേസ്? അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ ആ വെള്ളം വാങ്ങി വെച്ചാ മതി. അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. ഹലോ, എന്താ നമ്മുടെ ഉദ്ദേശം? മനുഷ്യന് മനസ്സമാധാനം തരില്ല എന്ന് വല്ല വാശിയുണ്ട്? അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ മാറ്റമില്ല. ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ BJPയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, പിന്നെ പറഞ്ഞിട്ടുള്ള അറിവാണ്. അത് ശരി, ആർമിയിൽ നിന്നുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ ഒരു BJPയിലെ നേതാവോ പറഞ്ഞു എന്ന് കരുതി അതങ്ങ് ലൈവ് ഇട്ട് പബ്ലിക്കിൽ വിളിച്ചു പറയാനാണ് ചെയ്യേണ്ടത്. അതല്ല ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കുന്നത് രാജ്യദ്രോഹമല്ല എന്ന് അഖിൽമാരാറിന് തോന്നുന്നുണ്ടോ? അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ. ഇവിടെ നമ്മൾ പീഡിയ തിണ്ണയിലും ചായക്കടയിലും ഇരുന്ന് എന്തൊക്കെയാ സംസാരിക്കാറുണ്ട്, അതൊക്കെ പബ്ലിക്കിൽ വിളിച്ചു പറയാൻ പറ്റും. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. പ്രായത്തിനനുസരിച്ചുള്ള ശരീരം മാത്രമേ ഉള്ളൂ. മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, മരക്കഴുത. കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി അവിടെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നിരായുധരെ കൊല്ലുന്നു എന്ന് ഞാൻ പറഞ്ഞുവെന്ന്. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. ഞാൻ ഒരിടത്ത് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എന്റെ ലൈവിൽ വളരെ വ്യക്തമാണ്. യൂസ്ലെസ് കൃത്യമായില്ല നിനക്ക്. നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്ത് തൊട്ട് എനിക്ക് പ്രശ്നങ്ങൾ. ഞാൻ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള വിഭാഗമാണ് ഈ രാജ്യത്തെ സുഡാപ്പികൾ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റും പ്രവർത്തകർ. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നവർ. അവരിലെ ഒരാളെ പോലെ നിങ്ങൾ എന്നെ കാണാൻ ശ്രമിച്ചു. നീ തന്നെ എന്നോട് ചെയ്യണോടാ ചേട്ടായി. ബ്ലാക്ക് മെയിലിംഗും തുടങ്ങി, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്നേ. അവിടെയാണ് ആകെ തോന്നിയിട്ടുള്ള നിങ്ങളോട് തോന്നിയ പരമപുച്ഛം. ഇങ്ങനെ ഷൗട്ട് ചെയ്തതുകൊണ്ടൊന്നും സത്യം സത്യമല്ലാതാവില്ല. ഇന്നലകളിൽ നീയൊക്കെയാണല്ലോ എന്നെ അനുകൂലിച്ചത് എന്ന് തോന്നിയിട്ടുള്ള പരമപുച്ഛം എനിക്ക് തോന്നിയ ഒരു നിമിഷം അതായിരുന്നു. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. എല്ലാത്തിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. താൻ വിഷമിക്കണ്ട. ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ ശൂലത്തിൽ കയറിയെന്ന് മനസ്സിലായ